സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ബൈബിൾ ഉള്ളവരൊക്കെ എടുത്തോ കേട്ടോ. നമ്മൾ ഒരു 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് പഠിക്കാൻ പോവാം. ഇത് പഠിച്ചാൽ ജീവിതം രക്ഷപ്പെടും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ചില വചനങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് എഴുതിയെടുക്കാനായിട്ട് വല്ലയിടത്തുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തണം. മൊബൈലിലൊക്കെ ചിലപ്പോൾ വചനമൊക്കെ നോട്ട് ചെയ്യാൻ പറ്റും. കാരണം അങ്ങനെ നമ്മൾ വചനം പഠിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവരും നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ വചനം പഠിച്ച് പ്രാർത്ഥിക്കാനുള്ള വലിയൊരു തീരുമാനം. പ്രൈസ് ദി ലോർഡ്. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിവർന്നിരുന്നേ. ഇനി അപ്പോൾ അല്പസമയത്തേക്ക് നന്നായിട്ട് നമ്മൾ വചനം പഠിക്കാൻ പോവാം. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വചനം നമ്മളോട് സംസാരിക്കും. വചനം നമ്മളോട് സംസാരിക്കും. നീ ഇവിടെ ഇരിക്കേണ്ട ഒരാളൊന്നും അല്ല, വേറെ എവിടെ ഇരിക്കേണ്ടതാ. പക്ഷെ നിന്നെ ഇവിടെ കൊണ്ട് ഇരുത്തിയതാ. ആരെ ഇരുത്തിയേ? ദൈവം കൊണ്ട് നിന്നെ ഇവിടെ ഇരുത്തിയിരിക്കുക. എന്തിനാ ഇവിടെ ഇരുത്തിയേ? ഇവിടെ ഇരുന്ന് ഉറങ്ങിക്കോ, വേറെ സ്ഥലമൊന്നുമില്ല ഉറങ്ങാൻ ആണോ? അല്ല, ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നുകൊണ്ട് ചില കാര്യങ്ങൾ കേൾക്കണം, പഠിക്കണം, ആത്മീയമായി വളരണം. പ്രൈസ് ദി ലോർഡ്. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. വലതുകരം ഉള്ളവർ വലതുകരം നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഓൺലൈനൊക്കെ ഉള്ളവരും വലതുകരം ഉയർത്തിപ്പിടിച്ചോളൂ. ഉറച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകൈ താഴ്ത്തിയിട്ടെ. ഇടതുകൈ ഉണ്ടോ? ലെഫ്റ്റ് ഹാൻഡ് ഇടതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ആത്മീയമായിട്ട് വളരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവസ്ഥയ്ക്ക് അല്പം കൂടെ മാറ്റം വരുത്തി, അല്പം കൂടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവത്തോടുള്ള ബന്ധത്തിൽ വളരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യെസ് ഓർ നോ പറ. യെസ്. എല്ലാവർക്കും വലിയ ആഗ്രഹമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കുഞ്ഞു വചനം, അറിയാവുന്ന വചനമാണ്, പക്ഷേ ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് ഈ വചനം പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുവാണ്. അപ്പോൾ ആ വചനം വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, സെന്റ് പോൾസ് ലെറ്റർ ടു ഫിലിപ്പിയൻസ്, ചാപ്റ്റർ 2 വേഴ്സ് 14, 2-ാം അധ്യായം 14-ാം തിരുവചനം. ബൈബിൾ തുറന്ന് ആ വചനം ഒന്ന് കണ്ടുപിടിക്കണം. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം, ചാപ്റ്റർ 2 വേഴ്സ് 14, 14-ാം തിരുവചനം. ഒരു കുഞ്ഞു വചനമാണ്, പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. ആ വചനം ഒന്ന് കേൾക്കാം. 2:14. എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. ഇത്രേ ഉള്ളൂ. ആത്മീയമായിട്ട് വളരണമെങ്കിൽ, സന്തോഷത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ഒരു മനുഷ്യൻ ചെയ്യേണ്ട, ഏറ്റെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യത്തെ പൗലോസ് ശ്ലീഹ ഓർമ്മപ്പെടുത്തുവാണ്. ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൗലോസ് ശ്ലീഹ എന്നോട് പറയുവാണ്. എന്താ പറയുന്നത്? എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും പരിശുദ്ധാത്മാവ് പറയാണ്, എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു കൊടുത്തേ, എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞോ? ഓൺലൈനൊക്കെ ഉള്ളവരും പറയണം. എല്ലാ കാര്യങ്ങളും എന്ത് പാടില്ല? നുറുക്കോ? എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പ്. ആ വാക്കൊന്ന് പറഞ്ഞ മുറുമുറുപ്പ്. അതിന് വേറെ ഒരു വാക്കുണ്ടല്ലോ, പിറുപിറുപ്പ്. പറഞ്ഞേ. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എല്ലാ കാര്യങ്ങളും. ഇപ്പൊ ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴും പരിശുദ്ധാത്മാവ് പറയുവാണ്, നീ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ, ചിലപ്പോൾ ആരെങ്കിലും നിർബന്ധിച്ചിട്ട് കൊണ്ടുവന്നതായിരിക്കും അല്ലേ? ഇപ്പൊ ഈ ശുശ്രൂഷയിൽ ആരെങ്കിലുമൊക്കെ നിർബന്ധിക്കപ്പെട്ടുണ്ടാവും. പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോഴത്തേക്ക് മുറുമുറുപ്പ് കൂടാതെ, പിറുപിറുപ്പ് കൂടാതെ ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളണം. എന്നോട് പരിശുദ്ധാത്മാവ് പറയാണ്, ഈ ശുശ്രൂഷയ്ക്ക് നീ അൾത്താര നിൽക്കുമ്പോൾ പിറുപിറുപ്പ് കൂടാതെ, മുറുമുറുപ്പ് കൂടാതെ ഈ ശുശ്രൂഷ നടത്തണം.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ മുറുമുറുപ്പ്, പിറുപിറുപ്പ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ സന്തോഷം കെടുത്തിക്കളയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിറുപിറുപ്പ് പാടില്ല. അടുത്തുള്ള ആളോടൊന്ന് പറഞ്ഞു കൊടുത്തേ, പിറുപിറുപ്പ് പാടില്ല. പറഞ്ഞു കൊടുത്തേ. പിറുപിറുപ്പ് പാടില്ല. അടുത്തുള്ളതിനെ നോക്കിയിട്ട് പറഞ്ഞു കൊടു, പിറുപിറുപ്പ് പാടില്ല. ഹല്ലേലൂയ. സ്വർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പിറുപിറുപ്പ് എന്നൊക്കെ പറഞ്ഞ എന്താണ് വാക്കിന്റെ അർത്ഥം? അവ്യക്തമായിട്ട് സംസാരിക്കുക, അല്ലേ? അല്ലെങ്കിൽ ശബ്ദം താഴ്ത്തി പറയുക. പ്രധാനമായിട്ട് എന്തിനോടാണ്? ദേഷ്യമോ അസംതൃപ്തിയോ പ്രകടിപ്പിക്കാനായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണത്, അല്ലേ? ഈ പിറുപിറുക്കുന്നതും മുറുമുറുക്കുന്നതും എപ്പോഴാണ്? ദേഷ്യമോ അരിശമോ വരുമ്പോൾ നമ്മുടെ സംസാര ശൈലിയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശബ്ദം താഴ്ത്തി, ആരും കേൾക്കണമെന്നൊന്നുമില്ല, ശബ്ദം താഴ്ത്തി നമ്മളിങ്ങനെ മുറുമുറുക്കാൻ തുടങ്ങും, പിറുപിറുക്കാൻ തുടങ്ങും. ഗ്രംബിൾ, അല്ലേ? അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ മറ്റൊരു ഭാഗമാണ് കംപ്ലൈൻ ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മുടെ സന്തോഷം കെടുത്തിക്കളയുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണെന്നാണ് വിശുദ്ധ ഗ്രന്ഥം ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എന്നോടും നിങ്ങളോടും പറയുന്നത്. ഈ പിറുപിറുക്കുന്ന സ്വഭാവം അത്ര നല്ലതല്ല. നമ്മൾ പൊതുവെ വിചാരിക്കും, ഇത് ഇത്ര വലിയ പാപമൊന്നും അല്ലല്ലോ, അല്ലേ? വേറെ എന്തെല്ലാം പാപങ്ങൾ കിടക്കുന്നു, വലിയ ഗൗരവമായിട്ടുള്ള കൊലപാതകം, വ്യഭിചാരം, മദ്യപാനം. ഇത് കുഞ്ഞിത്. പിറുപിറുക്കുക, അല്ലേ? മുറുമുറുക്കുക, ഇത് കുഞ്ഞിത്. പക്ഷെ ബൈബിള് പറയുന്നത് എന്നാന്നറിയോ? ഇത് ഗൗരവമുള്ള ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന, പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് പിറുപിറുക്കുന്ന ഈ സ്വഭാവം. ഈ മേഖലയെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ വൻ അപകടങ്ങൾ ഉണ്ടാകും. ഇത് മനസ്സിലാക്കാൻ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വെളിച്ചത്തിൽ ചില വചനഭാഗങ്ങൾ പെട്ടെന്നൊന്ന് നമ്മളൊന്ന് പരാമർശിക്കും. അപ്പം നമ്മൾ ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ആരെക്കുറിച്ച്? ഇസ്രായേൽ ജനം. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കിടന്ന ജനം. അവിടെ നിന്ന് ദൈവം പുറത്തേക്ക് കൊണ്ടുവന്നു. ഇസ്രായേൽ ജനത്തെ പുറത്തോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഇതുങ്ങളെയും കൊണ്ടുള്ള യാത്ര മുഴുവൻ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം, ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 14. എന്താ സംഭവം? 14-ാം അധ്യായത്തിൽ അറിയാവുന്നവർ പറഞ്ഞേ. അതായത് ചെങ്കടല് കടക്കുന്ന ദൈവജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമായിരിക്കുന്ന ഒരു കാര്യത്തെ ദൈവം അവർക്ക് സാധിച്ചു കൊടുക്കുന്നു. ഏതധ്യായം? പുറപ്പാട് അധ്യായം 14-ാം അധ്യായം, ചാപ്റ്റർ 14. നിങ്ങൾ തൊട്ടടുത്ത അധ്യായം ഒന്ന് നോക്കിക്കേ. 15-ാം അധ്യായം, അതിൻ്റെ 24-ാം തിരുവചനം, ചാപ്റ്റർ 15 വേഴ്സ് 24. നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. വായിച്ചേ. ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തു. എന്നിട്ട് എന്താ ചോദിച്ചേ? ഒരു കാര്യം കൂടെ പറഞ്ഞു. ഞങ്ങൾ എന്ത് കുടിക്കും? ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തു. ജനം മോശയ്ക്കെതിരെ. ആർക്കെതിരായിട്ടാണ്? മോശയ്ക്കെതിരെ. കാരണം മോശയാണല്ലോ നേതാവ്. നേതാവിനെതിരെ ഇതാ ജനം മുഴുവൻ പിറുപിറുത്തു. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്നാണെന്നറിയാവോ? ഈ ജനം ഇപ്പൊ എവിടുന്നാ വരുന്നേ? ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് വന്ന ജനം 14-ാം അധ്യായത്തിൽ ശ്രദ്ധിച്ചെന്താണ്? ഇവര് കടല് കടന്നു. ഏത് കടല്? ചെങ്കടല് കടന്ന് കരയിലെത്തി. ചെങ്കടല് കടന്ന് അപ്പുറത്തെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു അത്ഭുതം ഇവര് അനുഭവിച്ചു. ഇവർ ദൈവികമായ കാര്യങ്ങൾ, അത്ഭുതങ്ങൾ കാണാത്തവരൊന്നുമല്ല. അത്രയും വലിയ അത്ഭുതം കണ്ടു, അനുഭവിച്ചു. എന്നിട്ട് തൊട്ട് അടുത്ത അവരുടെ നിലപാടാണ് ബൈബിൾ പറയുന്നത്. ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തു. വലിയൊരു അത്ഭുതം കണ്ടതിന് ശേഷം, ഈ അത്ഭുതമൊന്നും ഇല്ലാതെ നടക്കുന്നവരാണ് കുഴപ്പമില്ല, പക്ഷെ
ദൈവത്തിൻ്റെ അത്രമേലുള്ള സാന്നിധ്യ ശക്തി അനുഭവിച്ചു. രാത്രിയിൽ അഗ്നിസ്തംഭമായും പകൽ മേഘസ്തംഭമായും വരുന്ന ദൈവ സാന്നിധ്യം അവർ അനുഭവിച്ചു. പക്ഷേ ഈ ജനത്തിൻ്റെ ഒരു സ്വഭാവ രീതിയെക്കുറിച്ച് വചനം പറയുന്നു. ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്നൊരു സ്വഭാവ രീതി, ഈ ജനം പിറുപിറുത്തു. തൊട്ടടുത്ത അധ്യായം എന്ന് വായിച്ചേ, 16-ാം അധ്യായം 2-ാം തിരുവചനം, ചാപ്റ്റർ 16 വേഴ്സ് 2, 2-ാം വചനം ഒന്ന് വായിച്ചേ. മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ സമൂഹം ഒന്നടങ്കം മോശയ്ക്കും അഹ്റോനുമെതിരായി പിറുപിറുത്തു. കണ്ടോ, ഇവർ ഒന്നടങ്കം. നേരത്തെ കുറച്ചുപേരെ ഉള്ളെങ്കിൽ ഇപ്പോൾ ഉണ്ടല്ലോ ഇസ്രായേൽ ജനം മുഴുവൻ. നേരത്തെ ആദ്യം മോശയ്ക്കെതിരെ മാത്രമായിരുന്നു, ഇപ്പോൾ ഒരുത്തനും കൂടെ ഉണ്ട്. ആരാണ്? അഹ്റോൻ. മോശയ്ക്കും അഹ്റോനുമെതിരെ ഇസ്രായേൽ ജനം മുഴുവൻ പിറുപിറുത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനത്തിൻ്റെ ഈ യാത്രയിലുടനീളം ഇവർ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ സ്വഭാവത്തിൽ ഉണ്ടായിരുന്നൊരു കാര്യമാണ് ഈ പിറുപിറുക്കുന്ന മുറുമുറുക്കുന്ന സ്വഭാവം. ദൈവത്തിന് ഒട്ടും ഇഷ്ടമല്ലാതിരിക്കുന്ന ഒരു സ്വഭാവമാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം. നിന്റെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ ഇസ്രായേൽ ജനത്തെ ദൈവം കൊണ്ടു നടക്കുന്നത് പോലെ തന്നെ പല അനുഭവങ്ങളിലൂടെയും ദൈവം കൊണ്ടുനടന്നുകൊണ്ടിരിക്കുക. ഈ കാലഘട്ടത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്നത് ആരാണ്? നീയും ഞാനുമാണ്. നീ ഇസ്രായേലാണ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ നീ ഇസ്രായേലാണ്. നീ ഇസ്രായേലാണ് എന്ന് പറഞ്ഞാൽ നീ ഓർത്തോണം, ഈ കാലഘട്ടത്തിൽ ഇസ്രായേൽ നീയാണെങ്കിൽ നിന്റെ ജീവിതത്തിലും ദൈവം ഇതുപോലെ വൻ കാര്യങ്ങൾ നിന്റെ മേൽ ചെയ്യുമ്പോൾ നിന്റെ പ്രതികരണം എന്താണ്? നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്? ബൈബിള് പറയുന്നു, ഇസ്രായേൽ ജനം അവരിങ്ങനെ പിറുപിറുത്തുകൊണ്ടിരുന്നു, മുറുമുറുത്ത് അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ധ്യാനിക്കുന്ന നമ്മൾ ചിന്തിക്കുന്ന, ദൈവമേ, എൻ്റെ സ്വഭാവവും ഇങ്ങനെ ഈ പിറുപിറുപ്പിൻ്റെ അല്ലേ, ദേഷ്യത്തിൻ്റെ, അസ്വസ്ഥതയുടെ ഒരു സംസാര ശൈലിയുമൊക്കെ എൻ്റെ ഉള്ളിലുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ മോശയ്ക്കെതിരെ പിറുപിറുക്കുക, അഹ്റോനെതിരെ പിറുപിറുക്കുക എന്ന് പറഞ്ഞാൽ ആത്യന്തികമായിട്ട് ആർക്കെതിരെയുള്ള പിറുപിറുപ്പാണ്? ദൈവത്തിനെതിരെയുള്ള പിറുപിറുപ്പാണ്. നിങ്ങളൊന്ന് വായിച്ചേ, പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനം, ചാപ്റ്റർ 16 വേഴ്സ് 7. 16-ാം അധ്യായം 7-ാം തിരുവചനം വായിച്ചേ. പ്രഭാതമാകുമ്പോൾ നിങ്ങൾ കർത്താവിന്റെ മഹത്വം ദർശിക്കും. കാരണം തനിക്കെതിരായ നിങ്ങളുടെ പിറുപിറുപ്പുകൾ കർത്താവ് കേട്ടിരിക്കുന്നു. കർത്താവ് കേട്ടിരിക്കുന്നു. ദേ ചേച്ചി ഓർത്തോണം, പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നു രാത്രിയിൽ, അല്ലേ? രാത്രി കിടന്നിറങ്ങുന്നതിന് മുമ്പ് അമ്മമാരാണല്ലോ വീട്ടിൽ ഏറ്റവും അവസാനം കിടന്നുറങ്ങുന്നല്ലേ, ഏറ്റവും ആദ്യം എഴുന്നേക്കുന്നു മിക്കവാറും അമ്മമാരായിരിക്കും. അപ്പം ഈ അമ്മ വീട്ടിൽ ഇങ്ങനെ അവസാനം രാത്രിയിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് എല്ലാവരും കിടന്നുറങ്ങുന്നു. അപ്പോൾ ഈ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് കഴുകി വെക്കാൻ പോകുമ്പോൾ, കഴുകി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അമ്മയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന എന്തായിരിക്കും? ദൈവമേ, ഇങ്ങനെ ഒരു ദിവസം തന്നതിനെ ഓർത്തുകൊണ്ട് നന്ദി. ഈ പാത്രമൊക്കെ കഴുകാൻ കർത്താവെ കൃപ തരുന്നതിനെ ഓർത്തുകൊണ്ട് നന്ദി. അപ്പോൾ ഈ അമ്മ കാണുന്ന ഒരു മനോഹരമായ ദൃശ്യമുണ്ട്. എന്നാണെന്നറിയാമോ? ഈ അമ്മ കാണുവാണ് മകള്, അല്ലേ, +2 പഠിക്കുന്ന മകള് അപ്പുറത്തെ സോഫയിൽ കുത്തിയിരുന്നുകൊണ്ട് ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടുകൊണ്ട് ചിരിച്ചോണ്ടിരിക്കുന്നു. അമ്മ വിളിക്കുകയാണ്, മോളെ നീ പാത്രം കഴുകാൻ വരുമോ? അപ്പോൾ അവൾ അവിടെ ഇരുന്നുകൊണ്ട് പറയുകയാണ്, അമ്മ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഈ അമ്മയ്ക്ക് വീണ്ടും സന്തോഷം. ദൈവമേ, എനിക്ക് ഒറ്റയ്ക്ക് ഈ പാത്രമൊക്കെ കഴുകാനായിട്ട് കൃപ തരുന്ന ദൈവമേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ആണോ ചേച്ചി? സത്യം പറ, ആണോ? അപ്പം നിങ്ങൾ ഈ മകളെക്കുറിച്ച് പറഞ്ഞല്ലോ. ഈ മകളോട് നിങ്ങൾ ഇന്ന് പറഞ്ഞു, നാളെ പറഞ്ഞു, മറ്റന്നാ പറഞ്ഞു, അടുത്ത ആഴ്ചയിലും പറഞ്ഞു. വല്ല മാറ്റം ഉണ്ടാവുമോ? ഒരു മാറ്റം ഉണ്ടായില്ല. അവൾ അവിടെ തന്നെ ഇരുന്നുകൊണ്ട് അവൾ ഇൻസ്റ്റാഗ്രാം മണിക്കൂറുകൾ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ പാത്രം കഴുകിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ ഈ പാത്രം കഴുകുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ്? നാശം പിടിച്ച ജീവിതം, ഇതിനൊക്കെ വെച്ച് വിളമ്പി കൊടുക്കണം. ഒരു മനുഷ്യൻ സഹായിക്കാനില്ല. ഭർത്താവെന്ന് പറഞ്ഞവൻ്റെ അപ്പുറത്തെങ്ങാണ്ട് പോയിട്ട് ഉറക്കത്തോടെ ഉറക്കം, അല്ലേ? ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാനില്ല. എൻ്റെ ജീവിതം ഈ നരകത്തിയിലാണ്. ഇതാണ് ഉള്ളിൽ കിടന്നുകൊണ്ട് വിഷമം. ഇതിങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുക. ഒച്ചത്തിൽ പറയാൻ മേല. കാരണം എന്താ? അത് അധികം കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പേരും വന്നുകൊണ്ട് വീട്ടിൽ വഴക്കുണ്ടാകും, അല്ലേ? അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യും? ഇതിങ്ങനെ ഉള്ളിൽ കിടന്നുകൊണ്ട് പിറുപിറുപ്പ്. വചനം പഠിപ്പിക്കുന്നൊരു കാര്യം എന്താണെന്നറിയാവോ? ശ്രദ്ധിച്ചോളൂ എൻ്റെ പൊന്നു ചേച്ചി, ചേട്ടാ, ദേ പിറുപിറുക്കുന്നത് കർത്താവിനെതിരെയുള്ള പിറുപിറുപ്പാണെന്ന്.
നിന്റെ ജീവിതത്തിൽ നീ പിറുപിറുക്കുന്ന ഓരോ സന്ദർഭത്തിൽ ഓർത്തോണം, നിന്റെ ജീവിതത്തിലെ അസ്വസ്ഥതയാണ് നീ പ്രകടമാക്കുന്നത്. അത് ദൈവത്തിനെതിരെയുള്ള പിറുപിറുപ്പാണ്. മറ്റൊരു വചനഭാഗം വായിക്കാം. സംഖ്യയുടെ പുസ്തകം, ബുക്ക് ഓഫ് നമ്പേഴ്സ്, സംഖ്യയുടെ പുസ്തകം അതിൻ്റെ 11-ാം അധ്യായം 1-ാം തിരുവചനം. ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 11 വേഴ്സ് 1. 11:1 വായിച്ചാലോ? കർത്താവിന് അനിഷ്ടമാകത്തക്ക വിധം യെസ്, ജനം പിറുപിറുത്തു. ജനം പിറുപിറുത്തു. അത് കേട്ടപ്പോൾ അടുത്ത വചനം എന്താ? കർത്താവിന്റെ കോപം ജ്വലിച്ചു. കണ്ടോ? ദേ, നിങ്ങൾ, ഞാൻ ഉൾപ്പെടെ നമ്മൾ പിറുപിറുക്കുമ്പോൾ അതത്ര വലിയ സന്തോഷമുള്ളൊരു കാര്യമൊന്നുമല്ല. ദൈവത്തിന് നമ്മുടെ മേൽ വലിയ കൃപ ചൊരിയാൻ തോന്നുന്നൊരു സമയമൊന്നുമല്ല, മറിച്ച് അത് അസ്വസ്ഥതയുണ്ടാക്കുന്നു. ദൈവത്തിന്റെ കോപമാണ് ജ്വലിക്കുന്നത്. ബൈബിൾ വചനം പറയുന്നു, സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 2-ാം തിരുവചനം ഒന്ന് വായിച്ചേ. ചാപ്റ്റർ 14 വേഴ്സ് 2. 14:2. അവർ മോശയ്ക്കും അഹരോനുമെതിരായി പിറുപിറുത്തു. എന്നിട്ട് അവര് പിറുപിറുക്ക മാത്രമല്ല, അവർ ഈ പിറുപിറുത്തോണ്ട് എന്താ പറഞ്ഞെന്ന് വായിച്ചേ, തൊട്ടടുത്ത വചനം. അവർ പറഞ്ഞു ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ, ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചെങ്കിൽ. നിങ്ങളുടെ സ്വഭാവം കണ്ടോ? ഇവർ പറയുക, പിറുപിറുത്തോണ്ട് പറയുക, ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ. ഈ മരുഭൂമിയിൽ വന്നിട്ട് മരിക്കാനാണോ? ഈ ഇസ്രായേൽ, ഈ ജനത്തിന്റെ പ്രത്യേകത ശ്രദ്ധിച്ചോ? എന്തോരം അത്ഭുതങ്ങളാണ് കാണുന്നത്, എന്തോരം ദൈവീക ഇടപെടൽ ഇവരുടെ ജീവിതത്തിൽ ഇവർ അനുഭവിക്കുന്നു. പക്ഷേ ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ, എന്തെങ്കിലും ഒരു ദുഃഖകരമായ കാര്യം വരുമ്പോൾ, ഇവർ വിചാരിക്കുന്നത് പോലെ കാര്യം നടക്കാതെ വരുമ്പോൾ ഉടനെ തന്നെ അവർ ചിന്തിക്കുന്ന എന്നത്തെ കാര്യം? പണ്ടത്തെ കാര്യം അല്ലേ? ഈജിപ്തിന്റെ അടിമത്തത്തിലായിരുന്നപ്പോൾ അവിടെ കടന്ന് മരിച്ചാൽ മതിയായിരുന്നു. അവരുടെ മനസ്സിലോട്ട് വരുന്നത് അന്നത്തെ ഇറച്ചിപ്പാത്രത്തിന്റെ മണവും അതിൻ്റെ ഓർമ്മകളൊക്കെയാണ്. ബൈബിൾ എഴുതിയിരിക്കുക. ഇസ്രായേൽ ജനത്തിന്റെ സ്വഭാവ രീതി എന്തെല്ലാം കൊടുത്താലും തൃപ്തിയാകാത്ത ഒരു ജനത. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവമേ, ഇതെന്നോടാണല്ലോ പറയുന്നത്. കേട്ടെ, ഇത് പറയുമ്പോൾ, ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് നിന്നോടാണ് പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവം ഇഷ്ടം പോലെ അനുഗ്രഹങ്ങൾ നമുക്കൊക്കെ ഉണ്ട്, ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. എന്നിട്ടും ഒരു ചെറിയ സങ്കടം വരുമ്പോൾ, ഒരു ചെറിയ പ്രതിസന്ധി വരുമ്പോൾ, ഒരു ചെറിയ ഇരുട്ട് വരുമ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ സ്വഭാവം മാറും. നമ്മൾ അപ്പം പിറുവെക്കാൻ തുടങ്ങും, നമ്മൾ അസ്വസ്ഥരാകാൻ തുടങ്ങും. ഇത്രയും നാളും കിട്ടിയ നന്മകളെല്ലാം മറക്കും. ഇത്രയും നാളും കിട്ടിയ നന്മകളെല്ലാം മറക്കും. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയ. സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 27-ാം തിരുവചനം ഒന്ന് വായിച്ചാലോ? ചാപ്റ്റർ 14 വേഴ്സ് 27. വഴിപിഴച്ച ഈ സമൂഹം എത്ര നാൾ എനിക്കെതിരെ പിറുപിറുക്കും. കണ്ടോ? വഴിപിഴച്ച ഈ സമൂഹം എത്ര നാൾ എനിക്കെതിരെ പിറുപിറുക്കും. എന്നിട്ട് അടുത്ത വചനം, എനിക്കെതിരെ ഇസ്രായേൽ ജനം പിറുപിറുക്കുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന നമ്മളെയൊക്കെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ട്. പിറുപിറുത്താൽ എന്താ ഇപ്പൊ കുഴപ്പം? വല്ല കുഴപ്പമുണ്ടോ? അല്ലെന്ന്, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും പിറുപിറുപ്പും ഈ മുറുമുറുപ്പും ഉള്ളിലുണ്ടെങ്കിൽ എന്താണ് കുഴപ്പം? ബൈബിള് പറയുന്നു, ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞൊരു കാര്യം നമുക്ക് ആപ്ലിക്കബിൾ ആണ്. സന്തോഷം അത് ആസ്വദിക്കാൻ പറ്റില്ല, സമാധാനം ഉണ്ടാകത്തില്ല. ഇത് മനസ്സിലാക്കാൻ 14-ാം അധ്യായം അതിന്റെ 30-ാം തിരുവചനം ഒന്ന് വായിച്ചേ. ചാപ്റ്റർ 14 വേഴ്സ് 30. 30-ാം തിരുവചനം 30. നിങ്ങളിൽ 20-ഉം അതിലേറെയും വയസ്സുള്ളവരിൽ എനിക്കെതിരായി പിറുപിറുത്ത ഒരാൾ പോലും നിങ്ങളെ പാർപ്പിക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്ത ദേശത്ത് പ്രവേശിക്കുകയില്ല. കണ്ടോ? ശ്രദ്ധിച്ചോ? കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായോ? ദൈവം ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അവർക്ക് കൊടുത്ത വാഗ്ദാനം എന്താണ്? നിങ്ങളെ പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങൾക്ക് അവിടെ എല്ലാം ഉണ്ട്. അവിടെ നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാവും. അതാണല്ലോ ആ പാലും തേനും ഒഴുകുന്ന ദേശം എന്ന വാക്കിന്റെ അർത്ഥം. അവിടെ നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാവും, പ്രോസ്പെരിറ്റി. എന്നാൽ വചനം പറയാണ്, പിറുപിറുക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിലുണ്ടല്ലോ, നിനക്ക് ഈ സന്തോഷം ആസ്വദിക്കാൻ പറ്റത്തില്ല. നിനക്ക് ഈ സന്തോഷം ആസ്വദിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ശബ്ദത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഹല്ലേലൂയാ. ഹല്ലേലൂയ. എല്ലാം ഉണ്ടാവും. എല്ലാം ഉണ്ട്. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്നതാ ഒരു കുടുംബം. ഭാര്യയും ഭർത്താവും 3 മക്കളുണ്ട്. അവർ പ്രാർത്ഥിക്കാൻ വന്നപ്പോഴത്തേക്ക് ഭാര്യയും ഭർത്താവും എൻ്റെ മുമ്പ് ഇരുന്നുകൊണ്ട് വലിയ സംഭാഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. നല്ല ജോലി, 2 നില വീട്, വന്ന കാറ് എല്ലാം ഉണ്ട്. ഈ ചേച്ചി എന്നോട് പറഞ്ഞ സങ്കടം, അച്ഛാ ഒരു രാത്രി പോലും മനസമാധാനത്തോടെ കിടക്കാൻ പറ്റുന്നില്ല. അതെന്നാ അച്ഛാ, ഒരു രാത്രി പോലും സമാധാനത്തോടെ കിടക്കാൻ പറ്റുന്നില്ല. സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് മനസ്സിലായത് എല്ലാ ദിവസവും ഇവരുടെ വീട്ടിൽ എന്തെങ്കിലും പറഞ്ഞ് അവസാനം വഴക്കായി അസ്വസ്ഥതയായി ഈ 5 പേരും 3 പിള്ളേരും അപ്പനും അമ്മയും 5 പേരും വഴക്കടിച്ചു. 5 തരത്തിൽ കിടക്കും, 5 സ്ഥലത്തും. ഒരു സമാധാനമില്ലെന്ന്. എല്ലാം ദൈവം കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇത് ആസ്വദിക്കാൻ പറ്റുന്നില്ല. നിന്റെ ജീവിതത്തിൽ നീ ചിന്തിച്ചോളൂ, എന്താണ് ജീവിതത്തിൽ ഇന്ന് സന്തോഷം ആസ്വദിക്കാൻ പറ്റാത്തതിന്റെ കാര്യം? ഇല്ലാഞ്ഞിട്ടാണോ? ഉണ്ടല്ലോ. കഴിഞ്ഞ ദിവസം മറ്റൊരു കുടുംബം പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എന്നോട് ആ കുടുംബനാഥൻ പറഞ്ഞ, അച്ഛാ ഞങ്ങളുടെ കുടുംബത്തിലെ വസ്തു ഇഷ്ടം പോലെ സ്ഥലമുണ്ട് അച്ഛാ, പക്ഷേ ഉണ്ടല്ലോ കോടതി കേസായിട്ട് കിടക്കുക. അപ്പൻ മരിക്കുന്നതിന് മുമ്പ് അത് മര്യാദയ്ക്ക് ഭാഗം വെച്ചിട്ട് പോകേണ്ടതായിരുന്നു, വെച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ എന്താ കുഴപ്പം? ഞങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ അടിയോടടി, പൊരിഞ്ഞടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആരും ഒരു തരി പോലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. സ്ഥലമുണ്ടോ? സ്ഥലമുണ്ട്. സമാധാനമുണ്ടോ? ഇല്ല. ഈ മണ്ണുണ്ട്, പക്ഷെ ആസ്വദിക്കാൻ പറ്റുന്നില്ല. ആ മണ്ണിൽ സമാധാനത്തോടെ ജീവിക്കണ്ടേ? പറ്റണ്ടേ? ഇല്ലാഞ്ഞിട്ടല്ലെന്ന്, ഉള്ളത് ആസ്വദിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയാ. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പിറുപിറുക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ആസ്വദിക്കാൻ പറ്റാതെ വരും. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു കൊടുത്തേ, പിറുപിറുക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ സമാധാനം കിട്ടിയേല. പറഞ്ഞു കൊടുത്തേ. അതാണ് കുഴപ്പം. പിറുപിറുക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ സമാധാനം കിട്ടില്ലെന്ന്. സംഗീത പുസ്തകത്തില് 16-ാം അധ്യായം അതിന്റെ 41-ാം തിരുവചനം ഒന്ന് വായിച്ചേ. ചാപ്റ്റർ 16 വേഴ്സ് 41. 16:41. 16-ാം അധ്യായം 41-ാം തിരുവചനം. അപ്പോൾ മോശ പറഞ്ഞു, നിങ്ങൾ എന്തിന് കർത്താവിന്റെ കൽപ്പന? അല്ല, 16:41. 41. എന്നാൽ പിറ്റേന്ന് ഇസ്രായേൽ സമൂഹം മുഴുവൻ മോശയ്ക്കും അഹറോനുമെതിരായി പിറുപിറുത്തുകൊണ്ട് പറഞ്ഞു. കണ്ടോ എന്താ പറഞ്ഞത്? നിങ്ങൾ കർത്താവിന്റെ ജനത്തെ കൊന്നു. അവര് പറയുക. ഇവര് പിന്നെയും ഇത് തന്നെയാണ് പരിപാടി. ഈ പിറുപിറുക്കുന്ന സ്വഭാവം. ഒരു പ്രാവശ്യം അല്ല, 2 പ്രാവശ്യം അല്ല, പല കാര്യങ്ങളും കർത്താവ് വാണിംഗ് കൊടുത്തു. എടാ നീ ഇങ്ങനെ ചെയ്യരുത്, നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കരുത്, നീ ഇങ്ങനെ ഈ സ്വഭാവം നിനക്ക് നല്ലതല്ല. പക്ഷേ ഇവര് പിന്നെയും ഇത് തന്നെ ആവർത്തിച്ചോണ്ടിരുന്നു. 17-ാം അധ്യായം 10-ാം തിരുവചനം. ചാപ്റ്റർ 17 വേഴ്സ് 10. 17:10. കർത്താവ് മോശയോട് അരുളി ചെയ്തു, അവരുടെ പിറുപിറുപ്പ് അവസാനിപ്പിക്കുന്നതിനും അവർ മരിക്കാതിരിക്കുന്നതിനും കലഹക്കാർക്ക് ഒരു അടയാളമായി സൂക്ഷിക്കുന്നതിനും വേണ്ടി അഹറോന്റെ വടി സാക്ഷ്യപേടകത്തിന് മുമ്പിൽ വെക്കുക. ഈ മുറുമുറുപ്പിനെ കുറിച്ച് വചനം പഠിപ്പിക്കുക. അഹറോന്റെ തളിർത്ത വടിയും സാക്ഷ്യപേടകത്തിന്റെ ഒക്കെ പ്രാധാന്യം വരുന്നത് അവിടുന്ന്. ഇവരുടെ ജീവിതത്തിൽ ഒട്ടും സന്തോഷമില്ല, എല്ലാ കാര്യത്തിലും മുറുമുറുപ്പ്, ആ ഭാരം. ഇതിങ്ങനെ കൊണ്ടു നടക്കുമ്പോഴാണ് ദൈവത്തിന്റെ ചില ശക്തമായ താക്കീതുകൾ ആ ദൈവജനത്തിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. ഇവർ ഈ യാത്രയിലുടനീളം മാത്രമല്ല, എപ്പോഴൊക്കെ സമയം കിട്ടിയാലും മാറിയിരുന്നവര് പിറുപിറുക്കും. നിയമാവർത്തന പുസ്തകം ഒരു വചനം ഒന്ന് വായിച്ചേ. നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം അതിന്റെ 27-ാം തിരുവചനം. ബുക്ക് ഓഫ് ഡ്യൂട്രോണമി. നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം ചാപ്റ്റർ 1 വേഴ്സ് 27. 1:27. നിങ്ങൾ കൂടാരങ്ങളിലിരുന്ന് ഇങ്ങനെ പിറുപിറുത്തു. കണ്ടോ എവിടെ ഇരുന്ന്? കൂടാരങ്ങളിലിരുന്ന് പറഞ്ഞ വീട്ടിലിരുന്നത് തന്നെ പരിപാടിയൊന്നും. ധ്യാനകേന്ദ്രത്തിൽ വന്നിരുന്നും എന്താ പരിപാടി? പിറുപിറുപ്പ്. വീട്ടിലിരുന്നും പിറുപിറുപ്പ്, നാട്ടിൽ പോയാലും പിറുപിറുപ്പ്, യാത്ര ചെയ്താലും പിറുപിറുപ്പ്, എവിടെ പോയാലും പിറുപിറുപ്പ്. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ചിലർക്ക് എന്നെ ഇങ്ങനെ മിഴിച്ചു നോക്കും, അച്ഛാ എന്നെയാണോ അച്ഛൻ ഉദ്ദേശിക്കുന്നത്? സത്യമായും അല്ല, ഞാൻ എന്നോടെ കുറിച്ചാണ് പറയണേ. ചിലർക്ക് തോന്നും സ്വാഭാവികം അല്ലേ, പക്ഷെ ഇത് എന്നെ കുറിച്ചാണോ? കാരണം ഇത് എൻ്റെ സ്വഭാവം ഇങ്ങനെയാണല്ലോ. ഞാൻ എന്നെ കുറിച്ചാണ് പറയണേ. എൻ്റെ ഉള്ളിൽ ഇതുണ്ട്, പിറുപിറുക്കുക. ഇതെല്ലാ മനുഷ്യർക്കും ആപ്ലിക്കബിൾ ആണ്. ഇസ്രായേൽ ജനത്തിന്റെ പിന്തുടച്ച അവകാശികളായിട്ടിരിക്കുന്ന നമുക്കൊക്കെ ഇത് നമ്മുടെ സ്വഭാവത്തിലുള്ളൊരു കാര്യമാണ്. ഈ പിറുപിറുക്കുന്ന സ്വഭാവം, വീട്ടിലിരുന്ന് എപ്പോഴും പിറുപിറുക്കുന്നു, ഒന്നിനൊരു സന്തോഷമില്ല. ഭക്ഷണത്തിന് മുമ്പിൽ ഇരിക്കുമ്പോഴും പിറുപിറുക്കും അല്ലേ? ഭക്ഷണത്തിന് മുമ്പിൽ ഇരിക്കും അല്ലേ? മുട്ട പുഴുങ്ങി കൊടുത്താൽ ചോദിക്കും ഇത് നീ പൊരിച്ചു തരണ്ടേ? പൊരിച്ചു കൊടുത്താൽ ചോദിക്കും ഇത് നീ കറി വെക്കണ്ടേ? കറി വെച്ച് കൊടുത്താൽ ചോദിക്കും ഇത് നീ ഇങ്ങനെയാണോ കറി വെക്കുന്നത്? എൻ്റെ ദൈവമേ, എന്തു ചെയ്യും? ഒരിക്കലും സന്തോഷമില്ലാത്ത അവസ്ഥ. എന്ത് കാര്യത്തിന് ഇങ്ങനെ നോക്കിയിരിക്കുക പിറുപിറുക്കാനായിട്ട്. ചിലരുടെ പ്രത്യേകത അങ്ങനെയല്ലേ, ഇങ്ങനെ നോക്കിയിരിക്കുക പിറുപിറുക്കാനായിട്ട്, എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പിറുപിറുക്കുന്ന സ്വഭാവം വിശുദ്ധ ഗ്രന്ഥത്തിൽ സങ്കീർത്തകനായ ദാവീദ് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. സങ്കീർത്തനം 106, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 106, സങ്കീർത്തനം 106 അതിൻ്റെ 25-ാം തിരുവചനം. 106 അതിൻ്റെ 25-ാം തിരുവചനത്തിൽ ഇസ്രായേൽ ജനത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. 106:25 വചനം പറയാണ്, അവർ തങ്ങളുടെ കൂടാരങ്ങളിൽ ഇരുന്ന് പിറുപിറുത്തു. കണ്ടോ, കർത്താവിന്റെ കൽപ്പന അനുസരിച്ചുമില്ല. പിറുപിറുക്കുന്നവർക്ക് സംഭവിക്കുന്ന കാര്യം, അവർ ദൈവകാര്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോകും. എന്നിട്ട് അവർക്ക് തോന്നിയതുപോലെ ചെയ്യാൻ തുടങ്ങും. പിറുപിറുക്കുന്ന സ്വഭാവമുള്ളവര് അവരെല്ലാ കാര്യങ്ങളും ദൈവകാര്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോകും. വചനം പറയുന്നു, ഇസ്രായേൽ ജനം അവർ വീട്ടിലിരുന്ന് അവർ പിറുപിറുത്തുകൊണ്ടിരുന്നു, അവർ കർത്താവിന്റെ കൽപ്പന അനുസരിച്ചുമില്ല. ഇത് വായിക്കുമ്പോഴത്തേക്ക് ചിലർ ചിന്തിക്കും, അപ്പോൾ ഈ പഴയ നിയമത്തിൽ മാത്രമേ ഉള്ളൂ? അല്ലെന്ന്, പുതിയ നിയമത്തിൽ ഇങ്ങനെ തന്നെയാണ്. പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഫരിസേയരും ചുങ്കക്കാരെയും കുറിച്ചൊക്കെ ബൈബിള് പറയുന്ന 1-2 പരാമർശങ്ങൾ ഒന്ന് വായിച്ചാലോ. ലൂക്കാസ് വിശേഷം 5-ാം അധ്യായം, സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 5, 5-ാം അധ്യായം അതിന്റെ 30-ാം തിരുവചനം ഒന്ന് വായിച്ച്. ചാപ്റ്റർ 5 വേഴ്സ് 30, 5:30. ഫരിസേയരും നിയമജ്ഞരും പിറുപിറുപ്പോടെ അവന്റെ ശിഷ്യരോട് പറഞ്ഞു. ആരൊക്കെയാണ് ഫരിസേയരും നിയമജ്ഞരും എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തെ പ്രമാണികളാണ്. അവർ പിറുപിറുക്കാൻ തുടങ്ങി. വായിച്ചേ, ലൂക്കാസ് വിശേഷം 15:2, 15-ാം അധ്യായം 2-ാം തിരുവചനം. ചാപ്റ്റർ 15, ലൂക്കാസ് വിശേഷം 15-ാം അധ്യായം നമുക്കറിയാവുന്ന ഒരു അധ്യായമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. നമ്മുടെ ധൂർത്തപുത്രൻ്റെയൊക്കെ ജീവിത അനുഭവത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന അധ്യായം. അതിൻ്റെ ആരംഭ വചനം 15-ാം അധ്യായം 2-ാം തിരുവചനം വായിക്കുക. 2. ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തു. കണ്ടോ, ഫരിസേയരും നിയമജ്ഞരും കൂടെ പിറുപിറുക്കാണ്. ആരെക്കുറിച്ചാണ്? ഈശോയെക്കുറിച്ചാണ് അവരുടെ പിറുപിറുപ്പ്. ഈശോയെക്കുറിച്ച് അവർ പിറുപിറുത്തുകൊണ്ട് ചില കാര്യങ്ങൾ, ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. പിറുപിറുപ്പാണ്. വായിച്ചേ, 19-ാം അധ്യായം, ലൂക്കാസ് വിശേഷം 19-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനം. ചാപ്റ്റർ 19 വേഴ്സ് 7, 19:7. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു. നേരത്തെ ഫരിസേയരും നിയമജ്ഞരും മാത്രമേ ഉള്ളൂ. ഇതാ ഇപ്പോൾ ഉണ്ടല്ലോ ആ ജനം മുഴുവൻ പിറുപിറുക്കൻ. ആരെക്കുറിച്ച്? ഈശോയെക്കുറിച്ച്. ഈശോയുടെ സംസാരവും ഈശോയുടെ നടപ്പും ഈശോയുടെ പെരുമാറ്റവും ഒന്നും അവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താ? അവരാഗ്രഹിച്ച പോലെയല്ല ഈശോ നടക്കുന്നത്. നമ്മുടെ പിറുപിറുപ്പിന്റെ കാരണം എന്താ? നമ്മൾ ആഗ്രഹിച്ച പോലെയല്ല മറ്റുള്ളവർ പെരുമാറുന്നതെന്ന്. ഭാര്യ എന്തുകൊണ്ടാണ് വീട്ടിൽ പിറുപിറുക്കുന്നത്? ഭാര്യ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ഭർത്താവല്ലെന്ന്. മക്കള് അമ്മ ആഗ്രഹിക്കുന്ന പോലെ മക്കള് പെരുമാറാതെ വരുമ്പോ അമ്മ പിറുപിറുക്കാൻ തുടങ്ങും. ഭർത്താവ് നേരെ തിരിച്ചു. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അപ്പം നമ്മൾ പിറുപിറുക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ചയായിട്ടുള്ളൂ. ഒരു വീട്ടിലേക്ക് പെണ്ണ് കടന്നു ചെന്നിരിക്കുക. അവിടുത്തെ അമ്മായിയമ്മ, അതായത് ആ വീട്ടിലെ ചെറുക്കൻ്റെ അമ്മ, കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്നിട്ട് പറയാം, അച്ഛാ 2 ആഴ്ചയായിട്ടുള്ളൂ വന്നിട്ട്. പക്ഷെ ഈ പെണ്ണ് രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പം ആദ്യം തന്നെ അടുക്കളയിൽ വന്ന് എന്നോട് പറയണത്, എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നും അല്ല, എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നും അല്ല. എൻ്റെ അച്ഛാ എന്നാ ചെയ്യാനാ? 2 ആഴ്ചയായിട്ടുള്ളൂ. എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് ഇത് തന്നെ പറച്ചില്, എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നും അല്ല, എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നും അല്ല.
ഇനി അവളുടെ വീട്ടിൽ എങ്ങനെയാണാവോ? അച്ഛൻ ഞാൻ മിണ്ടാണ്ടിരിക്കുക, എൻ്റെ നിയന്ത്രണം എപ്പോൾ വേണമെങ്കിലും പോവും. പറയുന്നത് അമ്മായിയമ്മയാണ്. എൻ്റെ നിയന്ത്രണം എപ്പോൾ വേണമെങ്കിലും പോവും. എനിക്ക് അരിശം വന്നിരിക്കുക, അച്ഛൻ എന്നെ ഒന്ന് പ്രാർത്ഥിക്കും എനിക്ക് വേണ്ടി, നിയന്ത്രണത്തിന് വേണ്ടി. കല്യാണം കഴിച്ച് വന്നിട്ട് 2 ആഴ്ചയായിട്ടുള്ളൂ പെണ്ണിങ്ങനെ പറഞ്ഞോണ്ട് എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നും അല്ല, എൻ്റെ വീട്ടിൽ ഇങ്ങനെയില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇത് ഇഷ്ടപ്പെട്ടില്ലെന്ന്, ഇവിടുത്തെ പെരുമാറ്റം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന്, അതാ അതിൻ്റെ അർത്ഥം. അവൾ ആഗ്രഹിക്കുന്ന പോലെയല്ല ആ വീടിന്റെ സാഹചര്യങ്ങൾ. അതുണ്ടാവുമോ? അവൾ ജനിച്ച വീട്, അവൾ വളർന്ന വീടിന്റെ സാഹചര്യമാണോ അവൾ കെട്ടിക്കേറി വന്ന വീട്ടിലത്? അല്ല, തികച്ചും സ്വാഭാവികം. പക്ഷെ അത് അംഗീകരിക്കാത്തിടത്തോളം കാലം ഈ അസ്വസ്ഥത, ഈ പിറുപിറുപ്പ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഏത് കാര്യത്തിനും, നിങ്ങളൊരു ജോലിക്ക് പോയാലും, നിങ്ങളൊരു ആശുപത്രിയിൽ ഒരു ഡോക്ടറെ കാണാൻ പോയാലും, അല്ലേ, നിങ്ങൾ ഇപ്പോൾ ധ്യാനകേന്ദ്രത്തിൽ വന്നാലും, അവിടെ പോയാലും ഇവിടെ പോയാലും ഇതെന്നതാ ഇവിടെ അസ്വസ്ഥമാണല്ലോ. കഴിഞ്ഞ ദിവസം ധ്യാനിക്കാൻ വന്ന ഒരു ചേച്ചി 1-ാം ദിവസം രജിസ്ട്രേഷൻ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ആ ചേച്ചി വന്നിട്ട് പരാതി, അച്ഛാ ഈ ധ്യാനകേന്ദ്രത്തിലെ രജിസ്ട്രേഷൻ ഇങ്ങനെയാണോ? ഞാൻ ചോദിച്ചു എന്നാ പറ്റി? അല്ല, ഞാൻ ഇന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അവിടുത്തെ രജിസ്ട്രേഷൻ രീതി വ്യത്യാസമുണ്ട്, ഇതല്ല ഇങ്ങനെ. ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും രജിസ്റ്റർ ചെയ്ത് ധ്യാനം നടക്കട്ടെ. ധ്യാനം തുടങ്ങുന്നതിന് മുമ്പ് ധ്യാനിക്കാൻ വന്നതല്ലേ? അല്ലച്ചാ, ആ ധ്യാനകേന്ദ്രത്തിൽ ഇങ്ങനെയുണ്ട്, ഈ ധ്യാനകേന്ദ്രത്തിൽ ഇങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞു അതായിക്കോട്ടെ, സമാധാനപ്പെട് ചേച്ചി, ഇരിക്കി, ശാന്തമാവും. എന്നിട്ട് അല്ലച്ചാ, ഞാൻ പറഞ്ഞു മിണ്ടാട്ടിരിക്കി. എൻ്റെ ദൈവമേ, ഈ അസ്വസ്ഥത, പിറുപിറുപ്പ് ഏത് മേഖലയിലുണ്ടെന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ഈ പിറുപിറുപ്പ് നിയജ്ഞരും പരിസേരും മാത്രമല്ല, ശിഷ്യന്മാര് പിറുപിറുത്തില്ല. ഒന്ന് വായിച്ചേ, ദേ യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 61-ാം തിരുവചനം വായിച്ചേ. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 6 6-ാം അധ്യായം 61-ാം തിരുവചനം. യോഹന്നാൻ ശിഷ്യന്മാരെ കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്. യോഹന്നാൻ 6:61 വായിച്ചാലോ. തന്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കി. ആർക്ക് മനസ്സിലായി? ഈശോയ്ക്ക് മനസ്സിലായി. പിറുപിറുക്കാൻ തുടങ്ങി. അതിന്റെ ഒരു ആരംഭ വശം മനസ്സിലാക്കാൻ 6-ാം അധ്യായം അതിന്റെ 41 വായിച്ചേ. ചാപ്റ്റർ 6 വേഴ്സ് 41. ചാപ്റ്റർ 6 വേഴ്സ് 41. സ്വർഗ്ഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് അവർ പറഞ്ഞതിനാൽ യഹൂദർ അവനെതിരെ പിറുപിറുത്തു. യഹൂദർ ഇഷ്ടപ്പെട്ടില്ല. വിശുദ്ധ കുർബാനയെ കുറിച്ച് ഈശോ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ യഹൂദരുടെ ആദ്യത്തെ പ്രതികരണം, അവര് പിറുപിറുക്കാൻ തുടങ്ങി. 6-ാം അധ്യായം 43-ാം തിരുവചനം വായിച്ചേ. 43 ചാപ്റ്റർ 6 വേഴ്സ് 43. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ പരസ്പരം പിറുപിറുക്കേണ്ടതില്ല. ഹല്ലേലൂയാ. അത് കഴിഞ്ഞിട്ടാണ് ശിഷ്യന്മാരും പിറുപിറുക്കാൻ തുടങ്ങി. ഇതൊക്കെ നമ്മുടെ സ്വഭാവത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട മേഖലയാണെന്ന് വചനം പഠിപ്പിക്കുകയാണ്. 1 കൊറിന്തോസ് 10-ാം അധ്യായം 10-ാം തിരുവചനം വായിച്ചേ. സെന്റ് പോൾസ് ലെറ്റർ ടു കൊറിന്ത്യൻസ് ചാപ്റ്റർ 10 വേഴ്സ് 10. 1 കൊറിന്തോസ് 10:10. അതിൽ പൗലോസ് ശ്ലീഹ ഒരു കാര്യം നമ്മളോട് പറയാണ്. നീ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്കൊന്ന് വായിക്കാം. 10-ാം അധ്യായം 10-ാം തിരുവചനം. അവരിൽ ചിലർ പിറുപിറുത്തതുപോലെ നാം പിറുപിറുക്കുകയും അരുത്. കണ്ടോ, അവരിൽ ചിലർ പിറുപിറുത്തതുപോലെ നാം പിറുപിറുക്കരുത്. ഈശോ പറയാണ്, നിന്റെ സ്വഭാവ രീതികളിൽ ഈ പിറുപിറുപ്പ് അവസാനിപ്പിക്കണം. കാരണം ആ വചനത്തിന്റെ തൊട്ട് അതിനോട് ചേർന്ന് എന്താ പറഞ്ഞത്? സംഹാരകൻ അവരെ നശിപ്പിച്ചു കളഞ്ഞു. നമ്മുടെ സന്തോഷം മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. സംഹാരകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ സകല സന്തോഷവും നഷ്ടപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് മാറും ഈ പിറുപിറുപ്പ്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ യാക്കോബ് ശ്ലീഹ ഒരു കാര്യം കൂടെ പറയുന്നു, വായിച്ചേ. ബുക്ക് ഓഫ് ജെയിംസ്, യാക്കോബ് ശ്ലീഹയുടെ ലേഖനം അതിന്റെ 5-ാം അധ്യായം 9-ാം തിരുവചനം. ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 5 വേഴ്സ് 9. 5-ാം അധ്യായം 9-ാം വചനം കിട്ടിയോ? വായിച്ചോ. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ എന്റെ സഹോദരരെ, ഒരുവൻ മറ്റൊരുവന് വിരോധമായി പിറുപിറുക്കരുത്. കണ്ടോ, വിധിക്കപ്പെടാതിരിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെടാതിരിക്കാൻ, നമ്മുടെ അധ്വാന ഫലം നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മുടെ ഈ സ്വഭാവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. പിറുപിറുക്കുന്ന സ്വഭാവം നല്ലതല്ല. അടുത്തിരിക്കുന്ന ആളോട് ഒരിക്കൽ കൂടെ പറഞ്ഞേ, പിറുപിറുക്കുന്ന സ്വഭാവം നല്ലതല്ല. പറഞ്ഞു മടുത്തല്ലേ? പറഞ്ഞോ. ഇത് പറയും തോറും അനുഗ്രഹം കിട്ടട്ടെ. പിറുപിറുക്കുന്ന സ്വഭാവം നല്ലതല്ല. ഹല്ലേലൂയാ. 1 പത്രോസ് 4-ാം അധ്യായം 9-ാം തിരുവചനം. ഫസ്റ്റ് പീറ്റർ 1 പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 9-ാം തിരുവചനം. പിറുപിറുപ്പ് കൂടാതെ നിങ്ങൾ പരസ്പരം ആതിഥ്യ മര്യാദ പാലിക്കുവിൻ. പത്രോസ് ലീഹ പറയുക, നമ്മുടെ സ്വഭാവത്തിൽ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കണം? പിറുപിറുപ്പ് കൂടാതെ. ചുറ്റുവട്ടത്തുള്ള എല്ലാവരും പല സ്വഭാവക്കാരായിരിക്കും. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ചിന്തിച്ചേ,
നമ്മുടെ വീട്ടിൽ ഇപ്പൊ എത്ര അംഗങ്ങളുണ്ടോ? ഇപ്പൊ 5 അംഗങ്ങളുണ്ടെങ്കിൽ 5 പേരും 5 സ്വഭാവമായിരിക്കും. എല്ലാവരും ഒരേ സ്വഭാവമാണോ? ആണോ ചോദിച്ചു? അല്ലെന്ന്. ഇപ്പൊ ഭാര്യയും ഭർത്താവും ഒരേ സ്വഭാവമായിരിക്കുമോ? അല്ല, രണ്ടും 2 സ്വഭാവമായിരിക്കും അല്ലേ? അങ്ങനെയാ ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. മിക്കവാറും കുടുംബത്തിൽ രണ്ടുപേരും ഒരേ സ്വഭാവമാണെങ്കിൽ പെട്ടു, ഉറപ്പ്. ഇപ്പൊ ഭർത്താവ് ദേഷ്യക്കാരൻ, ഭാര്യ ദേഷ്യക്കാരി, എന്ത് സംഭവിക്കും? അടിയുടെ പൂരം പൊടിയിരിക്കഞ്ഞി എന്ന് കേട്ടിട്ടില്ല? രാവിലെ തൊട്ട് അടി തുടങ്ങും. ഭർത്താവ് ദേഷ്യക്കാരനാണെങ്കിൽ ഭാര്യ ശാന്തയായിരിക്കണം, എങ്കിലേ കാര്യം നടക്കുള്ളൂ അല്ലേ? അങ്ങനെയല്ലേ വീടിന്റെ ഒക്കെ ഒരവസ്ഥ? ഭർത്താവ് ധൂർത്തൻ, ഭാര്യയും ധൂർത്തിയാണെങ്കിൽ എന്ത് സംഭവിക്കും? രാവിലെ തൊട്ട് അവർ മുഴുവൻ തീർക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഭർത്താവ് അത്യാവശ്യം കുടിച്ചാൽ കൊള്ളാം, മദ്യപാനം താല്പര്യമുണ്ട്, ഭാര്യയും താല്പര്യപ്പെട്ടതാണെങ്കിൽ എന്ത് ചെയ്യും? രണ്ടുപേരും കൂടെ വൈകുന്നേരം ചിയേഴ്സ് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കും. അല്ലേ? അപ്പൊ അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്യും? രണ്ടുപേർക്കും 2 സ്വഭാവമായിരിക്കും, 2 ചിന്താഗതികളായിരിക്കും. അത് വീട്ടിൽ മാത്രമല്ല, എല്ലായിടത്തും, ഏത് സ്ഥലത്ത്, ജോലി സ്ഥലത്ത്, നമ്മുടെയൊക്കെ ജീവിത വഴികളിലൊക്കെ പല സ്വഭാവക്കാരാണ്. അപ്പൊ ഈ സ്വഭാവക്കാരെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു അസ്വസ്ഥത തോന്നും. ഞാൻ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ ഇയാൾ പെരുമാറുന്നത്, ഞാൻ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ ഇവളുടെ സംസാരം, ഞാൻ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ ഇയാൾ നടക്കുന്നത് തോന്നും. പക്ഷേ അതിൻ്റെ പുറകെ നടന്ന് പിറുപിറുക്കാൻ പോകരുത്. പിറുപിറുക്കും തോറും സന്തോഷം നഷ്ടപ്പെടും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പിറുപിറുത്താൽ നിന്റെ ജീവിതത്തിലെ ഇന്നത്തെ സാഹചര്യത്തിന് മാറ്റം ഉണ്ടാവത്തില്ല. പിറുപിറുത്താൽ സാഹചര്യത്തിന് മാറ്റം വരുത്തണമെങ്കിൽ, നിന്റെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ മാറണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു കാര്യം പഠിപ്പിക്കും. എന്താണെന്നറിയാവോ? പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ ആദ്യം വായിച്ച വചനത്തിലേക്ക് ഒന്നും കൂടെ വന്നേ. 15-ാം അധ്യായം നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു വചനഭാഗമുണ്ട്. 15:24, ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 15 വേഴ്സ് 25. 24-ൽ നമ്മൾ വായിച്ചത് ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തു. എവിടെ എത്തിയപ്പോഴെന്നറിയാവോ? മാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. എവിടെ എത്തി? മാറ. പറഞ്ഞേ, മാറ എന്ന് പറഞ്ഞാൽ കയ്പുള്ള ഒരു സ്ഥലം. കയ്പുള്ള ബിറ്റർ, കയ്പുള്ള ഒരു സ്ഥലത്താണ്. അവിടുത്തെ വെള്ളത്തിന്റെ പ്രത്യേകത, അത് കുടിച്ചു കഴിഞ്ഞാൽ കയ്പാണ്. കയ്പുള്ള സ്ഥലത്ത് നിന്നുകൊണ്ട് ഇവർ ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, എടാ നീ ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കാതെ എന്ത് ചെയ്യണമെന്നറിയോ? 25-ാം വചനം വായിച്ചേ. അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവന് ഒരു തടിക്കഷ്ണം കാണിച്ചു കൊടുത്തു. യെസ്. അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരിച്ചു. അവിടെ വെച്ച് അവിടുന്ന് അവർക്ക് ഒരു നിയമം നൽകി. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. നിന്റെ കൈപ്പേറിയ അനുഭവങ്ങൾക്ക് മുമ്പിൽ പിറുപിറുത്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ മാറ്റമുണ്ടാവില്ല. മറിച്ച് നീ എന്ത് ചെയ്യണം? വചനം പഠിപ്പിക്കുന്നു, കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീട്ടില്, കുടുംബത്തിലുള്ള ജീവിത പങ്കാളി, മക്കൾ, ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ അവരുടെ സ്വഭാവം ഇഷ്ടപ്പെടുന്നില്ല. എന്ത് ചെയ്യണം? വചനം പറയുന്നു, നീ കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ നിന്റെ ഈ ഒരു പിറുപിറുക്കുന്ന സ്വഭാവത്തെ ഒരു പ്രാർത്ഥനയാക്കി മാറ്റണം. നമുക്ക് എല്ലാവർക്കും മുട്ടുകുത്താം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്ന സമയമാണ്. ഈശോ ആശീർവദിക്കുമ്പോൾ നീ വിശ്വസിക്കണം, കർത്താവേ എൻ്റെ മേൽ വലിയൊരു അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെട്ട് കഴിഞ്ഞു. നീ അത് വിശ്വസിക്കണം, ഏറ്റെടുക്കണം. യെസ്, എൻ്റെ വീട്ടിൽ ഈ അഭിഷേകത്തോടെ ഞാൻ തിരിച്ചു പോകാനുള്ള കൃപ വേണം. എൻ്റെ ജോലി സ്ഥലത്ത് ഈ അഭിഷേകത്തോടു കൂടെ പോകാൻ കൃപ വേണം. എൻ്റെ അനുദിന ജീവിതത്തിൽ ഈ അഭിഷേകത്തോടു കൂടി ആയിരിക്കും കൃപ വേണം. 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ചത് വിശ്വസിക്കൂ. നീ എവിടെ പോയാലും ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ സംരക്ഷിക്കട്ടെ. പിറുപിറുപ്പ് കൂടാതെ, പരാതി കൂടാതെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള കൃപ ഈ പരിശുദ്ധ അൽത്താര നിനക്ക് സമ്മാനിക്കുന്നു. നീ വിശ്വസിക്കൂ. എത്ര വലിയ ഭാരപ്പെട്ട മേഖലയാണെങ്കിലും കർത്താവ് നിനക്ക് വേണ്ടി അഭിഷേകത്തോടുകൂടെ പുതിയ അനുഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കും. ഈ ആശീർവാദം അതിനുള്ള സമയമാണ്. നീ വിശ്വസിച്ചുകൊണ്ട് ഈ ആശീർവാദം സ്വീകരിക്കട്ടെ. നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. നിറഞ്ഞിടുക,
കവിഞ്ഞിടുക വന്നു കവിഞ്ഞിടുക എൻ ഹൃദയത്തിൽ വന്നിടുക നിറഞ്ഞിടുക വന്നു കവിഞ്ഞിടുക എൻ ഹൃദയത്തിൽ വന്നിടുക